പറ്റുന്ന വർഷങ്ങളിലൊക്കെ നമ്മൾ മലയാറ്റൂർ മല കയറാറുണ്ട്. അങ്ങനെ ഈ വർഷവും നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷവും അതിൻ്റെ മുന്നിലത്തെ വർഷവും ഒക്കെ നമ്മൾ മലയാറ്റൂർ മല കയറിയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ മലയാറ്റൂർ മല ഉള്ളത്. അപ്പം നമ്മൾ വന്നിറങ്ങിയ സമയത്ത് തന്നെ ചെറിയ മഴയുണ്ടായിരുന്നു. മഴയങ്ങ് മാറുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. തോരാതെ പെയ്യുന്ന നല്ല ഗംഭീര മഴയായിരുന്നു. അങ്ങനെ നമുക്ക് ഈ വർഷം മല കയറാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ ചെയ്തത്. പോകുന്നതിന് മുന്നായിട്ട് നമ്മൾ മലയാറ്റൂർ മലയ്ക്ക് അടുത്തുള്ള പള്ളിയാണ് കേട്ടോ ഇത് സെൻറ്റ് തോമസിൻ്റെ തന്നെ ചർച്ചാണ്. ഇവിടെ നമ്മൾ കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. മലയാറ്റൂർ മല കയറാൻ പറ്റിയില്ല എന്നൊരു വിഷമമുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഇവിടെ ഇരുന്ന് കുറേ സമയം പ്രാർത്ഥിക്കാൻ പറ്റിയത് തന്നെ മനസ്സിന് നല്ലൊരു ആശ്വാസമായിരുന്നു കേട്ടോ. ഈ നമ്മൾ മലയാറ്റൂർ മല കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലുവേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ അറിയില്ല, നമ്മളങ്ങ് കയറിപ്പോവും മലയാറ്റൂർ മല. അതെന്തോ നമുക്ക് ആ ഒരു സമയത്ത് കിട്ടുന്ന ആ ഒരു എനർജിയും വിശ്വാസവും ഒക്കെയാണ്. ആ ഒരു വർഷക്കാലം നമ്മളെ മലയാറ്റൂർ മുത്തപ്പൻ കാത്തോളും എന്നൊരു വിശ്വാസം കൊണ്ട് നമ്മളങ്ങ് കയറിപ്പോവും. എത്ര ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നമ്മൾ അറിയില്ല, നമ്മൾ കയറി ഇറങ്ങി പിന്നെ നമുക്കൊരു സമാധാനമായിരിക്കും. അപ്പോൾ മലയാറ്റൂർ മല കയറി ചെല്ലുമ്പോൾ നമുക്കവിടെ പള്ളിയുണ്ട്, അതേപോലെ തന്നെ പൊന്നിൻ കുരിശുണ്ട്, മലയാറ്റൂർ മുത്തപ്പൻ്റെ കാൽപാദം മുകളിലുണ്ട്, അതേപോലെ തന്നെ ചരിത്രപ്രസിദ്ധമായ ഒരു കിണറുണ്ട്. അങ്ങനെ കുറേ വിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെയുള്ള പള്ളിയാണ് കേട്ടോ മലയാറ്റൂർ മലയും ഇവിടുത്തെ ഈ പള്ളി.